ടു ന്യൂ വീഡിയോ. സോ ബ്ലാസ്റ്റർ ഇന്ന് ഇവിടെ ഇല്ല. ഞാൻ അവൻ്റെ ചേട്ടൻ V3X ആണ്. അവനെ പോലെ നൂബല്ല, ഞാൻ പ്രോ ആണ്. സോ നമുക്ക് കളി തുടങ്ങാം. ഈസി മോഡാണ്, പക്ഷേ എനിക്കതൊന്നും പറ്റില്ല. എനിക്ക് ഹാർഡ് തന്നെ വേണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. എനിക്ക് ലാപ്പിലാണ് കളിക്കാൻ അറിയുന്നത്. ഞാൻ ഫോൺ പ്ലെയർ അല്ല കൂടുതൽ. സോ നമ്മൾ ഈ ടണലിൻ്റെ അകത്തേക്ക് കൂടെ പോകും. ഇവിടെ കയറും. നമുക്ക് അവിടുത്തെ ഒരു നൂബ്. സോ ഗൈസ് നമ്മൾ ചത്തു. ഞാൻ പറഞ്ഞില്ല ഞാൻ ഫോണിൻ്റെ അകത്ത് നൂബാണ്. പക്ഷെ ലാപ്പ് എൻ്റെ കൈ കിട്ടിയ ഗൈസ് ആർക്കും എന്നെ പൊട്ടിക്കാൻ പറ്റില്ല. കണ്ട ഗൈസ് വീണ്ടും നമ്മൾ ഇതിൻ്റെ അകത്ത് ചത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഒരു വട്ടം ഈ സെറ്റിങ്സും ഈ ഹാൻഡ് ഹെൽഡൊക്കെ ഒന്ന് സെറ്റായി കിട്ടുമ്പോൾ നമ്മൾ തിരിച്ച് അടിപൊളിയായിട്ട് കളിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്കോടൊക്കെ ചാടി പോകണം. ഞാൻ കളിച്ചതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ഗെയിമാണ് ഹാരിസ് ക്രിസ്ത്യൻ. അത് ലാപ്പിലായിപ്പോയിരുന്നു എനിക്ക് വളരെ ഈസി. പക്ഷേ പിള്ളേരുടെ ഈ ഫോണിലൊന്നും എനിക്കറിയില്ല. സോ ബാരിച്ചായിട്ട് നമ്മളെ കണ്ടിട്ടുണ്ട്. ബാരി നമ്മൾ പിടിച്ചു. ഇനിയും നമ്മൾ പിടിക്കാൻ പോവാണ്. ബാരിച്ചേട്ടൻ വന്നു. ബാരിനെ നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. സോ ബാരി നമ്മളെ പിടിക്കൊന്നുമില്ല. നമ്മളിനി ബാരി പിടിക്കാൻ വരില്ല. പക്ഷെ എനിക്കിവിടെ പേടിയുണ്ട്. കാരണം ഗൈസ് നോ, ഞാൻ ഇവിടെ തോറ്റു. ബാരിച്ചേട്ടൻ നമ്മളെ പൊക്കി. പക്ഷെ ഇപ്രാവശ്യം വീണ്ടും പൊക്കില്ല എന്ന് ഞാൻ വിചാരിക്കും. നമ്മൾ ഓടാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഓടി നമ്മൾ എത്തിയിട്ടുണ്ട്. ഗൈസ് ഇവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പാടുള്ളത്. പോയി ഗൈസ് പോയി ഇല്ല ഗൈസ്, അങ്ങനെയൊന്നും ഞാൻ പോയില്ല ഗൈസ്. നമ്മൾ ടണലിൽ ചാടി വന്നിട്ടുണ്ട്. ഗൈസ് ഇനി നമുക്ക് ക്ലോസറ്റ് വിളിച്ചെടുക്കുന്നത് വളരെ വൃത്തിയായിട്ടൊരു സംഭവമാണ്. പക്ഷെ നമുക്ക് ചെയ്തല്ലേ പറ്റുമോ? നമ്മൾ വേണ്ട കുഴിച്ച് താഴെത്തി. ഈ ഗൈസ് ഇനി അടുത്ത ആളിനെ നമുക്ക് പിടിച്ചെടുക്കാം. ഗൈസ് എനിക്ക് കൺട്രോളാണ് ഗൈസ് പിടി കിട്ടാത്ത. നിങ്ങൾ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പക്ഷെ എനിക്ക് ചാനലില്ല ഗൈസ്, അതാണ് പ്രശ്നം. അവിടെ ചത്ത് ഗൈസ്. ഹലോ ഗൈസ്, അതും നമ്മൾ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ സംഭവമാണ് ഇവിടെ. ഇതൊന്നും ഞാൻ ഓർക്കുള്ള. ഓ ഗൈസ്, ഇത് നമ്മൾ മറ്റേ ഉരുണ്ട് വരേണ്ട സെറ്റപ്പാണ്. ഇത് എളുപ്പമാണ്. നമ്മൾ ഇതത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വോയിസ് ഇച്ചിരി ബ്ലറായിരിക്കും, കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ബാരീൻ്റെ അപ്പാപ്പനാന്ന് തോന്നുന്നു. നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട്. ഓ നോ ഗൈസ്, നമ്മൾ അവിടെ നമ്മൾ ബാരീനെ ഇങ്ങനെ കൊണ്ടുവരണം. ബാരീൻ്റെ അപ്പാപ്പൻ, സോറി ഗൈസ്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. ഞാൻ ഇങ്ങനെയല്ല ശരിക്കും കളിക്കുന്നത്. ലാപ്ടോപ്പിലാണെങ്കിൽ ഞാനിപ്പോൾ 4 മിനിറ്റിൽ 5 മിനിറ്റിലൊക്കെ തീർത്തത്. എനിക്ക് ഇതായതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. നമ്മൾ മുകളിലേക്ക് പോവാം, റീജൻ ചെയ്യണം. അത് കഴിഞ്ഞ് ബൈ. മുകളിലേക്കെല്ലാം മാസ് എത്തുകയാണ് ഗൈസ്. ബിരിയാണീസിനെ ചാടി എത്തിയിട്ടുണ്ട് നമ്മൾ. ഇനി നമ്മൾ നല്ല സ്പീഡിൽ വന്നു. അതിനായിട്ട് നമുക്കൊന്ന് ജ്യൂസ് കുടിക്കാം.
കണ്ടോ ഗൈസ്, കൺട്രോളില്ല ഗൈസ്. ഗൈസ് മറ്റേ ബ്ലാസ്റ്റർ തിരിച്ചു വന്നിട്ടുണ്ട്, അവൻ എന്നെ വെറുതെ കളിയാക്കാണ്. പക്ഷെ കഴിഞ്ഞ ദിവസമാണ് ഈ ഗെയിമിൽ ഞാനവനെ പൊട്ടിച്ചത് ലാപ്ടോപ്പിൽ നിന്ന്. അപ്പം നമ്മളെ അതും ചാടി ചാടി ഇതും ചാടി ചാടി. ഓ ഗൈസ്, എനിക്ക് ഈ സെറ്റിങ്സ് ഫ്രീ ഫയർ ഒക്കെ കളിക്കണമെന്ന് മാറ്റാൻ പറ്റുമായിരുന്നെങ്കിൽ പിന്നെ എനിക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു. പക്ഷെ ഇതാണ് ഇച്ചിരി പാട്. പാരീസ് പ്രിസൺ എന്ന ഗെയിം വളരെ എളുപ്പമാണ്, പക്ഷെ എനിക്ക് ഈ ഫോണിൻ്റെ കൺട്രോൾസ് അറിയില്ല ഗൈസ്. ഇവിടെ ഒരുത്തന്നെ ആക്കുന്നുണ്ട് നമ്മൾ അവനെ പൂർവാധിക ശക്തിയോടെ നമ്മൾ 1v1 ചെയ്യുന്നതായിരിക്കും. ഗൈസ് അപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ ബ്ലാസ്റ്ററിനെ പൊട്ടിക്കുന്ന ഒരു വീഡിയോ ഓൺ ദ വേ ഉണ്ട്. എൻ്റെ ലാപ്ടോപ്പിലും അവനവൻ്റെ ഫോണിലും. ആരാണ് ഫസ്റ്റ് എത്തുക എന്നുള്ളതായിരിക്കും നമ്മൾ നോക്കാം. ബ്ലാസ്റ്ററിനോട് തന്നെ നമുക്ക് ചോദിക്കാം. ബ്ലാസ്റ്റർ അല്ലേ? അതെ, ബ്ലാസ്റ്റർ നമ്മൾ 8 നിലയിൽ പൊട്ടിക്കുന്നതായിരിക്കും ഈ വാട്ടക്കളിയിൽ. കണ്ടറിയാം, അത് തന്നെ കണ്ടറിയാം ഗൈസ്. ഇത്ര എളുപ്പമായിട്ടുള്ള കളിയിൽ എനിക്കിവരെ ഒന്നല്ല ഒരു 100 വട്ടം പൊട്ടിക്കാം ഗൈസ്. വീണ്ടും വീണ്ടും നമ്മൾ കളിയിലൂടെ ഗൈസ്. ഫോണിലെ കൺട്രോൾസ് വളരെ അലമ്പാണ് സുഹൃത്തുക്കളെ. കണ്ടോ ഗൈസ്, നമുക്ക് ഈ ഗെയിം നിർത്തണമെന്നുണ്ട്, പക്ഷെ നമ്മളവിടെ റേജ് ക്വിറ്റ് ചെയ്യായിരിക്കും. ഈ പൊട്ടനാണെങ്കിൽ റേജ് ക്വിറ്റിൻ്റെ അർത്ഥം അറിയില്ല. എന്നോട് ചോദിക്കുകയാണ് നീ എന്തൊക്കെയാണ് പൊട്ടങ്ങൾ അപ്പം പറയുന്നത്. ആ നിങ്ങളുടെ മുമ്പിൽ നോക്കാണ് ഒന്നല്ല ഗൈസ്, വെറുതെ. ഇത് ഞാൻ അവൻ്റെ കസിൻ ചേട്ടനാണ്, വെറുതെ ഒരു കൗതുകത്തിനാണ്. ഇങ്ങനെ ക്രിഞ്ച് പരിപാടികൾക്ക് ഞാൻ കൊണ്ടുവരാറില്ല, പക്ഷെ ഇവൻ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ. അപ്പോൾ ഗൈസ് നമ്മൾ ആ ഒരു ഇതും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക്. ഗൈസ് നമ്മൾ ആ യെല്ലോ സ്ഥലത്തെത്തുമ്പോൾ ചാടണം. ഫോണായതുകൊണ്ട് ഞാൻ വെപ്രാളപ്പെടും. അങ്ങനെ അത് കഴിഞ്ഞു. ഗൈസ് ഇതിൻ്റെ കൺട്രോൾ വളരെ ഹാർഡാണ് ഗൈസ്. അങ്ങനെ നമ്മളത് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ലെവല്. നമ്മളത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ലാഡർ കണ്ടുപിടിക്കണം. ലാഡർ എടുക്കാൻ നമുക്ക് പോയിട്ട് ലാഡർ ഇവിടെ അതെടുക്കാം ഗൈസ്. ഇവൻ ശക്തിവാനാണ്. ഇരുമ്പിൻ്റെ ലാഡറൊക്കെയാണ് നല്ല സുഫലമായി അവൻ എടുക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ അലൈൻ ചെയ്യണം. അതിന് ശേഷം നമുക്കിങ്ങനെ പതിയെ കയറാം. അപ്പോൾ ഗൈസിനെ അവിടെ ചാടിയില്ല, പക്ഷെ ചാടിയാൽ ശരിയാവും. അപ്പോൾ ഗൈസ് നമ്മൾ അതിൻ്റെ അകത്ത് കയറി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് ഉപയോഗിച്ച് ആ ഫുഡ് കഴിക്കണ ആൻറ്റീനെ നമുക്ക് ശരിയാക്കി എടുക്കാം. ഇതെന്ത് സ്ലോ ആണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ പൈപ്പ് ശരിയാക്കണം. പൈപ്പ് ശരിയാക്കാൻ നമുക്ക് പോയിട്ട് നമുക്ക് വേഗം പൈപ്പ് ശരിയാക്കി ആൻറ്റി ആ ഉതക്കച്ചി നമുക്ക് തട്ടാം. ഫുഡ് കഴിക്കട്ടെ, വയറിറച്ച് ഫുഡ് കഴിക്കട്ടെ. ഓരോ ഗൈസ് ഗൈസ് അപ്പുറത്ത് ആരോ ആ അമ്മൂമ്മയ്ക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. നമ്മളവിടെ എത്തിയില്ല. പക്ഷെ നമ്മൾ ചെന്നിട്ട് ഒരു 1.5 ഫുഡ് തന്നെ നമ്മൾ ആ അമ്മൂമ്മയ്ക്ക് കൊടുക്കും. തടിയച്ചി അല്ലേ ഗൈസ്? ഓ നോ ഗൈസ്, ഞാൻ ഈ ഗെയിം റേജ് ക്വിറ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പല രീതിയിൽ നിങ്ങൾക്ക് തോന്നാം, പക്ഷെ ഞാൻ ചെയ്യില്ല ഗൈസ്. ബ്ലാസ്റ്ററിന് ഇതൊന്നും പറയാനറിയില്ല, അതുകൊണ്ടാണ് അവൻ്റെ വീഡിയോസ് വളരെ ബോറിംഗ് ആയിട്ടുള്ളത്.
ഗൈസ് എൻ്റെ റോബ്ലോക്സ് അക്കൗണ്ട് പേര് പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് എന്നെ ഇപ്പോൾ M3X എന്ന് വിളിക്കാം. അതല്ല കേട്ടോ എൻ്റെ അക്കൗണ്ടിൻ്റെ പേര്, നിങ്ങൾ നോക്കണ്ട. പിന്നെ ഇവനെ പോലെ ബ്രോക്കല്ല ഞാൻ, എനിക്ക് റോബ്ലോക്സിൻ്റെ, ഞാൻ ബേസിക്കലി റിച്ചാണ്. ഒരെണ്ണം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് പോയി അടയ്ക്കാം. അതാണ് നമ്മൾ അടുത്തതും അവിടെ നമുക്ക് അടയ്ക്കാൻ പറ്റി. നമ്മളതിൻ്റെ താഴെയുള്ളത് പോയി അടയ്ക്കണം ഗൈസ്. ഗൈസ് ഒരു സംശയം, നമ്മൾ ഇവിടെ എത്തി, ഇനി നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം ഗൈസ്? വേണ്ട, കാരണം അതിനുള്ള നമുക്ക് നമ്മുടെ അണ്ണം ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ മുകളിൽ പോയി നമുക്ക് അവിടെ ക്രോസ് ചെയ്ത് ചെല്ലാം ഗൈസ്. ഓക്കെ ഗൈസ്, അത് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. യെസ് ഗൈസ്, നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് അടുത്തതും അടുത്തതിലേക്ക് ചാടി ഇവിടെ നിന്നിലേക്ക് ഇവിടെ നിന്ന് അടിക്കുമ്പോൾ യെസ് ഗൈസ്. ഇനി നമുക്ക് ആ അമ്മാമേനെ പോയിട്ട് കൊല്ലാം. അമ്മാമേ വാ വാ, അമ്മാമേ വാ വാ. ഓ നോ ഗൈസ്, കുഴപ്പമില്ല ഗൈസ്, നമുക്കിത് ഈസി ആയിട്ട് പിടിക്കാം. ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. ഗൈസ്, ഇനി ഗെയിം കളിക്കാറില്ലെന്ന് തോന്നുന്നു. ഇവൻ കോയിൻസ് ഒന്നും കളക്ട് ചെയ്യുന്നില്ല ഇതിൻ്റെ അകത്ത്. ഓ ഗൈസ് സോറി, ചാടണം നമുക്ക്. ഓക്കെ, ഇനി താഴേക്ക് ഇറങ്ങാം. ഓക്കെ ഗൈസ്, നമ്മൾ കഫറ്റീരിയയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് വലിയ ഉണ്ടച്ചീനെ നമുക്ക് കൊല്ലണം. അതിനായിട്ട് നമുക്ക് ഫുഡിൻ്റെ ഗണ്ണെടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ബസൂക്ക അല്ല ഗൈസ്, ഫുഡ് സൂക്ക, വാട്ട് എവർ റൈറ്റ് ഗൈസ്. നമുക്ക് എസ്കേപ്പ് അടിക്കാം ഗൈസ്. ഇവിടെ നമ്മൾ ചിലപ്പോൾ റോളൊക്കെ ചെയ്തുകൊണ്ട് വരും. കണ്ട ഗൈസ്, നമ്മൾ റാഗ് ഡോൾഡായി. വാവ് ഗൈസ്, റാഗ് ഡോൾ ഹോബിയാണ് ഗൈസ്. ഗൈസ്, ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് റോബ്ലോക്സിൽ ഒരുപാട് ക്രാഷും സെർവർ ഡൗണൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ ശരിയാക്കി എടുത്തിട്ടുണ്ട് റോബ്ലോക്സ് ഇവിടെ. നമ്മളപ്പോൾ സ്ലോലി എൻഡിലേക്ക് കിടക്കുകയാണ്. കണക്ക് ഡൗൺ ചെയ്യണം. കോർണറിൽ എടുത്താൽ മതി. നൈസ്, അതിൻ്റെ ഇടയിൽ കൂടെ pretty easy guys, pretty easy. That was not really easy. Oh guys, ഇത് നമ്മൾ മുകളിലേക്ക് കയറി താഴേക്ക് വന്ന് വീണ്ടും മുകളിലേക്ക് കയറി താഴേക്ക് എടുക്കണം. അതൊന്ന് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് എടുക്കാം. ഓക്കെ, അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി പതിയെ
ഇനി നമുക്ക് നേരെ സ്റ്റെപ്പടിക്കാം. സ്വിച്ചിടാകുന്നു. അവിടെ ഹെലികോപ്റ്ററൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് ഇവിടെ നിന്ന് അതെല്ലാം ചെയ്ത് വെക്കാം. സോറി ഗൈസ്, ഞാൻ മറന്നത് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഗാർബേജ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പോയി ഏറ്റവും നല്ലത് ഇതായിരിക്കും. ഇല്ല ഗൈസ്, നമ്മൾ കിച്ചുവിനെ പറഞ്ഞ് കാട്ടി കൊടുക്കും. ഇത് ഡ്രോപ്പ് ചെയ്യാൻ നൈസായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഗൈസ്, എനിക്കെന്താ കയറാൻ പറ്റാത്ത ഗൈസ്. ഓ നോ ഗൈസ്, ഇതിൻ്റെ അകത്തേക്ക് കയറാൻ കഴിയുന്നില്ല. ഓ യാ ബോക്സ്, പക്ഷെ എനിക്കിതിൻ്റെ അകത്ത് നിൽക്കണം. അത് കുഴപ്പമില്ല. നമുക്ക് കിച്ചുവിൻ്റെ ബ്ലാസ്റ്ററുടെ വാഗ്ദാനം നോക്കി. യെസ് ഗൈസ്, നമ്മൾ അങ്ങനെ അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. നമുക്കിനി നേരെ ഹെലികോപ്റ്ററിൽ കയറി നമ്മുടെ മാഫിയൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവാം. നമ്മുടെ മാഫിയ അണ്ണൻ അവിടെ വെയിറ്റിംഗ് എന്നാണ് കേട്ടത്. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു. യെസ് ഗൈസ്, നമ്മളങ്ങനെ ഗെയിം ഡിഫീറ്റ് ചെയ്തു. യെസ്, നമ്മളിപ്പോൾ പുതിയൊരു കാര്യമായിരിക്കുകയാണ്. നമ്മളാണ് ഈ ന്യൂമാരെ ശരിയാക്കുന്നത്. അവിടെ എന്താണ് ഗൈസ്, റോക്കറ്റൊക്കെ കൊള്ളാം ഗൈസ്. ഇനി നമുക്ക് സൂപ്പർ സ്പീഡിലേക്ക് കയറാം. അത് കഴിഞ്ഞ് നമുക്ക് സൂപ്പർ ജമ്പിലേക്ക് കയറാം. ഓ മൈ ഗോഡ് ഗൈസ്, ലോ ഗ്രാവിറ്റി നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ പറന്ന് മുകളിലേക്ക് പോവുകയാണ്. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റ, ശിവരാത്രി.